ചരിത്രം എപ്പോഴും ഒരു തിരിച്ചുവരവിന്റെ കഥയാണ്. പ്രത്യേകിച്ചും ആഗോള രാഷ്ട്രീയത്തിലെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തലവര എങ്ങനെ മാറിമറഞ്ഞു എന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് G7 ഉച്ചകോടിയിലെ ഇന്ത്യയുടെ സാന്നിധ്യം മാത്രം നോക്കിയാൽ മതിയാകും. വികസിത രാജ്യങ്ങളുടെ ആ വമ്പൻ കൂട്ടായ്മയിൽ ഒരു കാലത്ത് വെറുമൊരു കാഴ്ചക്കാരനായി ലോക നേതാക്കൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരാളായി ഏറ്റവും പുറകിൽ ഒതുക്കപ്പെട്ടു പോയ ഒരു ഇന്ത്യയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതേ G7 ഉച്ചകോടിയിൽ ഗ്രൂപ്പ് ഫോട്ടോകൾ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും കരുത്തരായ നേതാക്കൾക്ക് നടുവിൽ മുൻനിരയിൽ വിസ്മയമായി തിളങ്ങി നിൽക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്ക് ലഭിച്ച ഈ അസാധാരണമായ പദവി മാറ്റത്തിന് പിന്നിൽ ഒരൊറ്റ പേരേയുള്ളൂ. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ നേതാവിന്റെ കരുത്തുറ്റ നയതന്ത്രമാണ്. ഈ ലോകം ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് കേവലം ഒരു വികസ്വര രാജ്യം എന്ന നിലയിലല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു ആഗോള വൻ ശക്തിയായിട്ടാണ്. അന്ന് ഫോട്ടോയുടെ ഏറ്റവും പുറകിൽ സീറ്റ് കിട്ടിയ ഇന്ത്യയിൽ നിന്നും ഇന്ന് ലോകരാജ്യങ്ങൾ ബഹുമാനത്തോടെ മുൻനിരയിലേക്ക് പിടിച്ചിരുത്തുന്ന ഇന്ത്യയിലേക്കുള്ള ആ അസാധ്യമായ വളർച്ചയും ഈ G7 ഉച്ചകോടിയിൽ മോദി എന്ന നേതാവ് കാണിച്ച നയതന്ത്ര കരുത്തും എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. നമുക്കൊന്ന് ചരിത്രത്തിലേക്ക് നോക്കാം. 2009 ആ G7 ഉച്ചകോടിയുടെ ചിത്രങ്ങൾ ഇന്നും ലഭ്യമാണ്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഇന്ത്യയെ അവർ ക്ഷണിച്ചു എന്നത് ശരിയാണ്. എന്നാൽ ലോക നേതാക്കൾ ഒന്നിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനം എവിടെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കണം. വമ്പൻ രാജ്യങ്ങളുടെ തലവന്മാർ മുൻനിരയിൽ കൈകോർത്ത് നിന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ആർക്കും കാണാൻ കഴിയാത്ത വിധം പുറകിലെ നിരയിലാണ് ഒതുക്കപ്പെട്ടത്. അതൊരു വ്യക്തിയുടെ മാത്രം ചിത്രമായിരുന്നില്ല, മറിച്ച് അന്നത്തെ ആഗോള സമൂഹം ഇന്ത്യക്ക് നൽകിയിരുന്ന വിലയുടെ പ്രതിഫലനം കൂടിയായിരുന്നു. അതിനു മുൻപ് 2007 ഇതേ അവഗണനയുടെ ചിത്രം തന്നെയാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ഇന്ത്യ ഒരു വലിയ ശക്തിയായി അംഗീകരിക്കാനോ അന്താരാഷ്ട്ര തീരുമാനങ്ങളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് മുൻഗണന നൽകാനോ അന്ന് G7 രാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല. അതിനുശേഷം വലിയൊരു കാലയളവ് കടന്നുപോയി. 2015 ആകട്ടെ, 16 ആകട്ടെ, 17 ആകട്ടെ, ഒരു വർഷവും ഈ വമ്പന്മാരുടെ കൂട്ടായ്മയിലേക്ക് ഇന്ത്യ കൃത്യമായി ഒരു ക്ഷണം പോലും ലഭിച്ചില്ല. ലോകത്തിന്റെ മുൻനിരയിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും അദൃശ്യമാക്കപ്പെട്ട വർഷങ്ങളായിരുന്നു അത്. ഇന്ത്യ ഒരു വലിയ വിപണിയാണ് എന്നതിനപ്പുറം നയതന്ത്രപരമായി വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാജ്യമാണെന്ന് തെളിയിക്കാൻ അന്ന് സാധിച്ചില്ല. പിന്നീട് ആരുടെയും മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന സൗമ്യ നയതന്ത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകത്തോട് കണ്ണ് നേരെ ചൊവ്വെ തുറന്ന് സംസാരിക്കുന്ന ഭാരതീയ നയതന്ത്രം മോദി കാഴ്ചവെച്ചു. അതിന്റെ മാറ്റം ലോകം കണ്ടത് 2019 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് വീണ്ടും G7 ക്ഷണം ലഭിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിലേക്ക് നടന്നു കയറുമ്പോൾ ആദ്യമൊക്കെ ആ പഴയ രീതിയിലുള്ള അവഗണനകളുടെ നിഴലാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും പുറകിലായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന്റെ നയതന്ത്ര ചാതുര്യവും വളരെ പെട്ടെന്നാണ് ആഗോള വേദികളിലെ സമവാക്യങ്ങളെ മാറ്റിമറിച്ചത്. ഇന്ത്യ കേവലം ക്ഷണം കിട്ടി വരുന്ന ഒരു അതിഥിയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വൻ ശക്തിയാണെന്ന് അദ്ദേഹം തന്റെ നിലപാടുകളിലൂടെ ലോക നേതാക്കളെ ബോധ്യപ്പെടുത്തി. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മൊത്തമായി മാറിമറിഞ്ഞു. ഇന്നിപ്പോൾ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് നോക്കുക. തുടർച്ചയായ 8ാം തവണയാണ് ഇന്ത്യ ഇവിടെ അതിഥിയായി പങ്കെടുക്കുന്നത്. G7 ഇന്ത്യ ഒരു അംഗമല്ലെങ്കിൽ പോലും ഇന്ത്യയും നരേന്ദ്രമോദിയും ഇല്ലാതെ ഒരു ഉച്ചകോടി പോലും പൂർണ്ണമാകില്ല എന്ന അവസ്ഥയിലേക്ക് ലോകരാഷ്ട്രങ്ങൾ എത്തിക്കഴിഞ്ഞു. സാധാരണയായി ലോകത്തിലെ ഏറ്റവും സൈനിക സാമ്പത്തിക കരുത്തുള്ള നേതാക്കളെയാണ് G7 ഫോട്ടോകളിൽ മുൻനിരയിൽ നിർത്താറുള്ളത്. എന്നാൽ ഇന്ന് ലോക നേതാക്കൾ നരേന്ദ്രമോദിയെ മുൻനിരയിൽ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കാനും ഹസ്തദാനം ചെയ്യാനും മത്സരിക്കുന്ന വിഷ്വൽസ് ആണ് കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത ഈ യോഗത്തിൽ ട്രംപുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് മോദി എടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന്റെ നയതന്ത്ര കരുത്തിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലേ? ഇത് യുദ്ധത്തിന്റെ യുഗമല്ല, നയതന്ത്ര ചർച്ചകളാണ് പരിഹാരം എന്ന ഇന്ത്യയുടെ നിലപാട് കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ അംഗീകരിക്കേണ്ടി വരുന്ന വലിയൊരു ശാസനയായി ഇന്ന് മാറിയിരിക്കുകയാണ്. പഴയ ആ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഒരു കാലത്ത് ഫോട്ടോയുടെ ഏറ്റവും പുറകിൽ ഒതുക്കപ്പെട്ടു പോയ ആ രാജ്യം ഇന്ന് ലോകത്തിന്റെ മുൻനിരയിൽ നിന്ന് ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും ആദരവും ഇത്രമേൽ ഉയർത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. മാറ്റം കൊണ്ടുവന്നത് മോദി തന്നെയാണ്.
ഈ G7 എന്താണെന്ന് മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ ലോകത്തെ ഭരിക്കുന്ന ഏറ്റവും വികസിതവും സമ്പന്നവുമായ 7 ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു വമ്പൻ കൂട്ടായ്മയാണിത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ എന്നിവരാണ് ഈ ഗ്രൂപ്പിലുള്ള 7 വമ്പന്മാർ. ലോകത്തിന്റെ ആശങ്ക, സമ്പത്തിന്റെ സിംഹഭാഗവും നിയന്ത്രിക്കുന്നത് ഈ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെയും അന്താരാഷ്ട്ര തലത്തെയും മൊത്തമായി മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. സ്വന്തമായി ഒരു ഓഫീസോ പ്രത്യേക നിയമങ്ങളോ ഇല്ലാത്ത ഈ സംഘടന എല്ലാ വർഷവും ലോകത്തെ ബാധിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളും യുദ്ധങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമാണ് ചർച്ച ചെയ്യാറുള്ളത്. ഇവിടെയാണ് നമ്മൾ മോദി എന്ന നേതാവിന്റെ കരുത്ത് കാണേണ്ടത്. ഇത്രയും വലിയ സാമ്പത്തിക വമ്പന്മാരും ലോകത്തെ നിയന്ത്രിക്കുന്നവരുമായ G7 രാജ്യങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഇന്ത്യയെ പോലെയുള്ള ഒരു മഹാശക്തിയെ കൂടെ നിർത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ഇന്ത്യ ഇതിൽ ഒരംഗമല്ലെങ്കിൽ പോലും ഉച്ചകോടിയുടെ ചർച്ചകൾ പൂർണ്ണമാകണമെങ്കിൽ ഇന്ത്യയും നരേന്ദ്രമോദിയും അവിടെ വേണമെന്ന നയതന്ത്ര വിജയം മോദി ഉണ്ടാക്കിയെടുത്തു. അതാണ് യഥാർത്ഥ മോദി പവർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു കാലത്ത് ആ നരേന്ദ്രമോദി എന്ന നേതാവിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ നോക്കിയവർ, അദ്ദേഹത്തിന്റെ വിദേശ നയങ്ങളെയും യാത്രകളെയും പരിഹസിച്ചവർ, ഇന്ന് അതേ മോദിക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കുറ്റപ്പെടുത്തിയവരെ കൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിപ്പിക്കുക എന്ന് പറയുമല്ലോ, അതാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ആഗോള രാഷ്ട്രീയത്തിൽ ചെയ്തു കാണിച്ചത്. നമ്മൾ ഒന്ന് ഓർത്തു നോക്കണം. മോദി ആദ്യമായി പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ പ്രതിപക്ഷവും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളെയായിരുന്നു. മോദിക്ക് ഇവിടെ ഭരിക്കാൻ അറിയില്ല, എപ്പോഴും വിദേശത്താണ്, ലോകം ചുറ്റാൻ നടക്കുകയാണ് എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന പരിഹാസങ്ങൾ. എന്നാൽ അവർ മനസ്സിലാക്കാതെ പോയത് മോദി ലോകം ചുറ്റുകയല്ലായിരുന്നു, മറിച്ച് ഒരു കാലത്ത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയ ആഗോള ബഹുമാനം ഓരോ രാജ്യങ്ങളിലും നേരിട്ട് ചെന്ന് അദ്ദേഹം തിരിച്ചു പിടിക്കുകയായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി മോദി വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ, ഇമാനുവൽ മാക്രോൺ ആകട്ടെ, പുടിൻ ആകട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ വമ്പന്മാരുമായി ഇന്ത്യയിൽ തുല്യ ശക്തിയായി ഇരുത്തി സംസാരിക്കാൻ പാകത്തിലുള്ള ബന്ധമാണ് മോദി കെട്ടിപ്പടുത്തത്. അതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? പണ്ട് ഇന്ത്യയുടെ വിദേശ നയങ്ങളെ കുറ്റപ്പെടുത്തിയ അതേ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ നിലപാടുകളെ നോക്കി അത്ഭുതപ്പെടുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുതെന്നും റഷ്യയെ തള്ളി പറയണമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള G7 രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. സാധാരണ ഒരു ഭരണാധികാരിയാണെങ്കിൽ അമേരിക്കയെ ഭയന്ന് പിന്നോട്ട് പോയേനെ. എന്നാൽ അവിടെയാണ് മോദി തന്റെ നയതന്ത്ര കരുത്ത് കാണിച്ചത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതരാതെ എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വിലക്കുറവിൽ ഇന്ധനം കിട്ടണം, അത് എന്റെ രാജ്യത്തിന്റെ താല്പര്യമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങി. അന്ന് മോദിയെ കുറ്റപ്പെടുത്തിയവർ ഇന്ന് എന്താണ് പറയുന്നത്? ഇന്ന് ഇതേ G7 രാജ്യങ്ങൾ പരസ്യമായി സമ്മതിക്കുന്നു റഷ്യയും അമേരിക്കയുമായി ഒരേ സമയം ചർച്ച നടത്താൻ കെൽപ്പുള്ള ലോകത്തിലെ ഏക നേതാവ് നരേന്ദ്രമോദി മാത്രമാണെന്ന്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മോദി ഇടപെടണമെന്ന് ഇന്ന് G7 രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. ഒരു കാലത്ത് വിദേശയാത്രകളുടെ പേരിൽ മോദിയെ കുറ്റപ്പെടുത്തിയവർ ഇന്ന് കാണുന്നത് ലോകത്ത് എവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാലും ലോക നേതാക്കൾ ആദ്യം വിളിക്കുന്ന പേര് നരേന്ദ്രമോദി എന്നാണ്. ഇന്നിപ്പോൾ ഫ്രാൻസിലെ G7 വേദിയിലും കണ്ടത് അത് തന്നെയാണ്. ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് നോക്കി സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മോദി ആവശ്യപ്പെടുമ്പോൾ അവിടെ ഉയർന്നത് 140 കോടി ജനങ്ങളുടെ അഭിമാനമാണ്. പണ്ട് ഇന്ത്യയെ അവഗണിച്ചവർ, ഇന്ത്യയെ പുറകിലെ നിരയിൽ ഒതുക്കിയവർ ഇന്ന് മോദിക്ക് മുന്നിൽ കൈയടിക്കുന്നത് അദ്ദേഹം അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതുകൊണ്ടാണ്. വാക്കുകൾ കൊണ്ടല്ല, തന്റെ അസാധ്യമായ നയതന്ത്ര വിജയങ്ങൾ കൊണ്ടാണ് മോദി വിമർശകരുടെ വായടപ്പിച്ചത്. ആ പഴയ ഇന്ത്യ അല്ല ഇത്. ഒരു കാലത്ത് ഫോട്ടോയുടെ ഏറ്റവും പുറകിൽ ഒതുക്കപ്പെട്ടു പോയ ആ രാജ്യം ഇന്ന് ലോകത്തിന്റെ മുൻനിരയിൽ നിന്ന് ആഗോള പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും ആദരവും ഇത്രമേൽ ഉയർത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മോദിയുടെ ഈ ഒരു നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.